ഹായ് മഹേശ്വർ, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ ആലപ്പുഴ പുന്നപ്ര. അതായത് നിങ്ങളുടെ ഫാദേഴ്സ് പറയുമ്പോൾ ബ്രദേഴ്സ് അങ്ങനെ അല്ലേ? അച്ഛന്മാര് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പേരെങ്ങനെയാണ് അച്ഛന്റെ? അച്ഛന്റെ പേര് മധു പുന്നപ്ര, കൊച്ചച്ഛന്റെ പേര് മനോജ് പുന്നപ്ര. അത് ആർട്ടിസ്റ്റുകളല്ലേ? അപ്പോ പിന്നെ ശരി. അപ്പൊ എന്തായാലും നിങ്ങൾ മിമിക്രിയില് സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലില് ഫസ്റ്റ് ഗ്രേഡ് വാങ്ങിയവരാണ് രണ്ടുപേരും. സ്റ്റേറ്റ് കലോത്സവത്തില് എ ഗ്രേഡ് നേടിയവരാണ്. പഠിക്കുന്നത് ഞാൻ 10. ഞാൻ +2 കഴിഞ്ഞ്. അടിപൊളി. അപ്പൊ നമുക്ക് ഇവിടെ പെർഫോമൻസ് ആദ്യം തന്നെ കേട്ടോ തുടങ്ങിയാലോ? ഓക്കെ ശരി, തുടങ്ങിക്കോ. പ്രിയമുള്ളവരെ, 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഒരു കലോത്സവത്തിന്റെ ഉദ്ഘാടനമൊക്കെ ആകുമ്പോ ഒരു പാട്ടൊക്കെ പാടണ്ടേ? എനിക്ക് പാടാനൊന്നും അറിയാല. അച്ഛമ്മ പാടുവാന്നേല് ഞാൻ കൂടെ പാടാം. കുലുക്കി തക്ക കുലുക്കി തക്ക കുലുക്കി തക്കത്തൈ കുലുക്കി തക്ക സകല കുലുക്കി തക്കത്തൈ സകല കുലുക്കി തക്കത്തേക്ക് സകല കുലുക്കി തക്കത്തൈ സകല കുലുക്കി തക്ക കുലുക്കി തക്ക കുലുക്കി തക്ക. പ്രിയമുള്ളവരെ, വേദി നമ്പർ 5-ൽ മിമിക്രി മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ മനുഷ്യരെന്ന പോലെ തന്നെ ഈ ഭൂമിയുടെ അവകാശികളാണ് പക്ഷിമൃഗാദികൾ. ഒരു കോഴി, താറാവ്, ഒരു നായ നമ്മുടെ മുന്നിലൂടെ നടന്നു പോവാണ്. അപ്പൊ നമ്മൾ അതിനെ കല്ലെറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വേറിട്ട ശബ്ദത്തിലൂടെ നമ്മുടെ പ്രിയങ്കരിയായ ശ്രീ വൈക്കം വിജയലക്ഷ്മി. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പാട്ടുപോലുള്ളതായി പാട്ടിനും യാത്ര സങ്കടം ചൊല്ലാമോ. ഈ വൈക്കം വിജയലക്ഷ്മി ശരത് സാറിന്റെ ശ്രീരാഗമോ എന്ന ഗാനം പാടിയാൽ എങ്ങനെ ഇരിക്കും? ശ്രീരാഗമോ തേടുന്നു സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ മൗനമോ ഗാനമോ എന്നിൽ നീ പുലർക്കന്യായി. എന്റെ പൊന്നു മോളെ കലക്കി. അച്ഛന്റെ മോള് തന്നെ. മനോജും അതും നമുക്കറിയാവുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ മക്കൾ വന്ന് പെർഫോം ചെയ്യുമ്പോൾ വേറൊരു. അപ്പൊ എന്തായാലും ആദ്യത്തെ കിടിലത്തിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കിടിലം വെയിറ്റിംഗിലാണ് അല്ലേ? പൊളിക്കുവാണ് പിന്നല്ലാതെ. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് നരബലിയുടെ വാർത്താ ചർച്ചയായിരുന്നു. പനത്ത് സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും വരുന്നതാണ്. നമസ്കാരം, സന്ധ്യ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തയുടെ ചുരുളഴിയുകയാണ്. ജലന്തൂരിലെ നരബലിയുടെ ചുരുളഴിയുന്നു. ഇതിൽ ചർച്ച ചേരാനായി ആസിഫ് അലിയും അങ്ങനെ പല ചലച്ചിത്ര താരങ്ങളും എത്തുകയാണ്. ആദ്യമേ ആസിഫ് അലി നമ്മുടെ എത്തിയിട്ടുണ്ട്. ആസിഫ് അലി കേൾക്കുന്നുണ്ടോ? ആസിഫ് അലി വിൻസി അല്ല, ശൈലയാണ് ഈ കേസിലെ പ്രതി.
കെട്ടിപ്പിടിച്ചത് എന്താ ചെന്ന് കയറി കൊടുക്കുക ആസിഫലി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ ജയറാമേട്ടൻ എത്തിയിട്ടുണ്ട്. ജയറാമേട്ട, എന്താണ് ഈ നരബലിയെ കുറിച്ച് പറയാനുള്ളത്? എന്റെ പൊന്നു ശൈലേ, എന്തൊരു കോലവടി ഇത്. എന്റെ ജയറാമേട്ട, ശൈലയുടെ കോലത്തെ പറ്റിയല്ല പറയാൻ പറഞ്ഞത്, ശൈലയുടെ വിഷയത്തെ പറ്റി പറയൂ. ഞാനെന്ത് പറയാനാ? നമ്മുടെ ജൂർഗീസ് പറയല്ലോ, പറയടാ കുട്ട. എന്റെ പൊന്നു നികേഷേട്ടാ, ആ റാഫി മരണ മാസല്ലേ ലോട്ടറി വിട്ടോണ്ട് കിടന്ന പെമ്പിള്ളേരെ അല്ലേ ഇവൻ പിടിച്ചോണ്ട് പോയത്. ഇവന്മാരൊക്കെ കൊന്നുകളുണ്ട്. ബ്ലേഡി ഫുൾ. ഞാനേ ഗോവയ്ക്ക് പോകുമ്പോ ഗോവയ്ക്ക് അജു വർഗീസ് ഗോവയ്ക്ക് പോയ സ്ഥിതിക്ക് നമുക്ക് പിഷാരടിയോട് ചോദിക്കാം ഈ നരബലിയെ കുറിച്ച്. പിഷാരടി, എന്താണ് താങ്കൾക്ക് ഈ നരബലിയെ കുറിച്ച് പറയാനുള്ളത്? നികേഷ് ചേട്ടാ, ഞാനും തെർബിന് കൂടെ ജലന്തൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ ശൈല ചേച്ചി ദൂരെ നിന്ന് കൈ കാട്ടിയിട്ട് പറയുക, ഫ്രിഡ്ജിൽ കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അപ്പൊ ആ ചേച്ചി ചോദിക്കുവോ, ചേട്ടന്റെ പേര് പിഷാര ചെട്ടി എന്നല്ലേ എന്ന്. ഞാൻ പറഞ്ഞു അല്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ ആ ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്നേനെ. ഇപ്പോൾ നമ്മളുടെ ലൈനിൽ സിനിമയിലും സീരിയലിലും തൻ്റെതായ വ്യക്തിമുദ്ര നൽകിയ കലാകാരി സേതുലക്ഷ്മി അമ്മ എത്തിയിരിക്കുകയാണ്. സേതുലക്ഷ്മി അമ്മ, ഈ നരബലിയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നികേഷ്, എന്നെ തന്നെയാണോ വിളിച്ച്? അതെ സേതുലക്ഷ്മി അമ്മ, ഞാൻ അമ്മയെ തന്നെയാണ് വിളിച്ചത്. എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത കൊച്ചെ എന്നെ വിളിച്ചോണ്ട് ചോദിച്ചതാ. നികേഷ്, എന്നെ തന്നെയാണോ വിളിച്ച്? സേതുലക്ഷ്മി അമ്മ സെന്റിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളുടെ ക്യാപ്റ്റൻ രാജു സാർ ചേരുകയാണ്. ക്യാപ്റ്റൻ, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്റെ ക്യാപ്റ്റൻ, എന്റെ പേര് മുന്നേ എന്നല്ല, എന്റെ പേര് നികേഷ് എന്നാണ്. എടാ മുകേഷ്, നീ എന്റെ ഉപയോഗം എടുത്തോ. ഇത് കാശ് കൊടുത്ത് പട്ടിയുടെ കടി മേടിക്കുന്ന അവസ്ഥയായിരുന്നു. അടിപൊളി അടിപൊളി അടിപൊളി, ഗംഭീരമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഓരോന്ന് കേൾക്കാൻ വേണ്ടി. യെസ്, ഇനി വീണ്ടും മാസ്റ്റേഴ്സ് പറയട്ടെ. മോനെ, നീ നന്നായിരുന്നു. ആദ്യം ഒരു കൗതുകം തോന്നി. ശരിക്ക് രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പരിചയപ്പെടുത്തുമ്പോഴാണ് മനസ്സിലായത് മനോജിന്റെ മധുവിന്റെ മക്കളാണെന്നുള്ളത്. രണ്ടും ഗംഭീര ആർട്ടിസ്റ്റുകളാണ് ഈ മനോജും മധു. രണ്ടുപേരും കഥാപ്രസംഗവും മിമിക്രിയും കാര്യങ്ങളെല്ലായിട്ടും. ഇപ്പം ഒരു നാടൻപാട്ട് ട്രൂപ്പും കൂടെ ഉണ്ട്. ഓ ശരി. കുട്ടനാട് കണ്ണകി എന്ന നാടൻപാട്ട് ട്രൂപ്പും മിക്സുമായിട്ട് കൊച്ചിൻ സ്റ്റേജിന്റെ ഒരുമിച്ച് രണ്ടും കൂടെ. ഈ മധു മനോജും പക്ഷേ ട്വിൻസ് അല്ലേ, ഇരട്ടകളല്ലേ ശരിക്കും. ഓക്കെ, താങ്ക് യു. പക്രുചേട്ട ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിക് ആയിട്ടുണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ വേദികളിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ് പക്രുചേട്ടൻ. അപ്പൊ എന്താണ് പറയാനുള്ളത്? അല്ല, ഇവരുടെ ഈ ഐറ്റംസ് ഒക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കാണുമ്പോഴും ഈ പറഞ്ഞ കുറേ യുവജനോത്സവ വേദികളിലേക്കൊക്കെ കുറേ പഴയ കാലത്തിലേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇവരുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഫാദർസ് രണ്ടുപേരും, മനോജും മധു, ഇവർ രണ്ടുപേരും കേരളത്തിലെ തന്നെ മികച്ച കലാകാരർ. കാരണം മിമിക്രിക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ എടുത്തു പറയേണ്ടതാണ്. കാരണം അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ്റെ കൂടുതലാണ് ഇവർ രണ്ടുപേരും ഇവിടെ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മോളും അതെ മോനും അതെ, അത് രണ്ടുപേരും. പിന്നെ വീട്ടുപേരെന്താ? വീട്ടുപേര് മിമിക്സ് ഭവൻ. വീടിന്റെ പേര് മിമിക്സ് ഭവൻ. ഞങ്ങളുടെ എല്ലാം മായാണ്. ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിൽ രണ്ട് മായുണ്ട്. മോളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആ പാട്ടിന്റെ ഏരിയയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അസലായിട്ട് മോള് പെർഫോം ചെയ്തു. പിന്നെ നീ എത്രയിലാ പഠിക്കുന്നത്? ഞാനിപ്പോ 10 കഴിഞ്ഞു. 10 കഴിഞ്ഞ ആളാണ് ഇത്രയും വോയിസ്. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ രാജുചേട്ടൻ്റെ ഒക്കെ വോയിസ് വന്നതേ, അതുപോലെ പല ആർട്ടിസ്റ്റുകളുടെയും വോയിസ് ഈ കുട്ടികൾ അനുകരിക്കുന്ന പോലെ അല്ല, ഒറിജിനലായിട്ട് തന്നെ ഇവിടെ കേൾക്കുന്ന പോലെ വരുന്നുണ്ട്. നല്ല ടോണൊക്കെ അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് അതൊക്കെ നീ കുഞ്ഞിലെ തൊട്ട് സ്റ്റേജ് ജനിച്ചു വീണ സ്റ്റേജിലാണോ? ഞാൻ കൊച്ചിലെ തൊട്ട് സ്റ്റേജിൽ തന്നെ. ഇവൻ ഒരു കുഞ്ഞായിട്ട് നിൽക്കുമ്പോൾ ഒരു സ്റ്റേജിൽ ഞാൻ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് ഞാൻ ചെയ്ത്. അന്ന് നീ കുഞ്ഞല്ലേ? അന്ന് ഞാൻ കുഞ്ഞാണ്, ഒരേ പ്രായമായിരുന്നു. അതെ, നല്ല രസമായിട്ട് നിങ്ങൾ രണ്ടുപേരും അവതരിപ്പിച്ചു അന്നും. അപ്പോൾ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്രചോദേട്ടാ, ഇതിന് ഏറ്റവും അധികം സന്തോഷവും അഭിമാനം തോന്നുകയാണ്. കാര്യം നമ്മുടെ സഹപ്രവർത്തകരുടെ മക്കൾ വന്ന് പെർഫോം ചെയ്യുകയാണ്. അതും അവരുടെ പേര് നിലനിർത്തിക്കൊണ്ട് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് രണ്ടുപേരും. കാര്യം എടുത്തു പറയുന്നത് മിമിക്രി കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കാണിക്കുന്ന രണ്ട് കലാകാരന്മാർ ഉദാഹരണമാണ് മധുവും മനോജും. കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞു, വീടിൻ്റെ പേര് പോലും മിമിക്സ് ഭവൻ എന്നായിട്ടിരിക്കുന്നത്. അജി പറഞ്ഞ പോലെ മിമിക്രി ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ഏറ്റവും അധികം ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന രണ്ട് കലാകാരന്മാരാണ്. അപ്പോൾ ഇവർ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഗൈഡ് കയറേണ്ടത് നിങ്ങളുടെ രണ്ടുപേരും എടുത്ത സബ്ജക്റ്റിനാണ് നിങ്ങൾ ഹ്യൂമർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കില്ല. ഇപ്പോൾ മോള് വൈക്കം വിജയലക്ഷ്മി അനുകരിച്ചതിന് ശേഷം ശരസാറിൻ്റെ മറ്റൊരു പാട്ടിലേക്ക് വന്നപ്പോൾ നമ്മളറിയാതെ ചിരിച്ചുപോയി. ലാസ്റ്റ് എൻ്റെ ഒന്നോ എന്ന് പറഞ്ഞ് ഒരു ഡയലോഗ് പറഞ്ഞ് അത് സ്ഥിരം നമ്മൾ വിജയലക്ഷ്മി എന്ന് കേൾക്കുന്ന. അതുപോലെ എല്ലാവരും നല്ല രസമായിട്ട് മോള് ചെയ്തു. മോളാണെങ്കിലും ഇത്രയും പ്രായത്തിൽ ഇത്രയും സ്റ്റാറുകളെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിൽ ചുരുക്കമാണ്.
കാര്യം അങ്ങനെ ഈ സൗണ്ട് വേരിയേഷൻ വരുന്നൊരു പ്രായമാണ് കേട്ടോ. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്തു. രണ്ടുപേരും ഇനി പറയുന്ന പോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ, കേരളം അല്ലെങ്കിൽ ലോക മലയാളികൾ അറിയപ്പെടുന്ന രണ്ട് കലാകാരന്മാരെ മാറട്ടെ, കലാകാരിയായി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്റ്റേജുകൾ ചെയ്യുന്ന രണ്ടാൾക്കാരാണ്, ഓൾറെഡി സ്റ്റാർസ് ആണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു സമ്മാനം എന്നുള്ള രീതിയിൽ ഒരു റേറ്റിംഗ് തരാണ്. അത് സ്റ്റാർസിന്റെ രൂപത്തിലാണ് റേറ്റിംഗ്. അപ്പോൾ എന്തായാലും മാസ്റ്റേഴ്സ് രണ്ടുപേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഇനിയും വരണം. ഈ വേദിയിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 5 സ്റ്റാർ നേടണം. ഈ പ്രാവശ്യം 4 സ്റ്റാർ. സൂപ്പർ. 4 സ്റ്റാർസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം പ്രചോദേട്ടാ, അപ്പൊ എന്തായാലും മഹേശ്വർ ആൻഡ് മഹിമ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് നല്ല അടിപൊളി മൊമെന്റോ ഞങ്ങൾ തന്നു വിടാണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള മൊമെന്റോ ആണ്. കീപ് ഇറ്റ് സേഫ്. ഓക്കെ, ഇതോടൊപ്പം തന്നെ 2 പേർക്കും ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി ഷർട്ടും ഉണ്ട്.